ഇമോഷണൽ സേഫ്റ്റി ലോസ്റ്റ്. ഈ ഇമോഷണൽ സേഫ്റ്റി ലോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റിലേഷൻഷിപ്പിൽ ക്രിറ്റിസിസം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിലെ ബോണ്ടിങ്ങും കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, നീ എപ്പോഴും ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്യുക, എന്നെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തോടെ, ഇങ്ങനെ എപ്പോഴും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ അവരെന്തെങ്കിലും ഒന്ന് പറയാൻ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വരുമ്പോഴോ നമ്മൾ പ്രീ ജഡ്ജ്മെന്റ് ചെയ്യും. അതായത് നീ അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ, എനിക്കത് അറിയാം, അങ്ങനെ എപ്പോഴും ജഡ്ജ്മെന്റിൽ ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല, അറിയാതെ ബൈ മിസ്റ്റേക്ക്ലി ചെയ്തതായിരിക്കും. ബട്ട് എന്നാലും അവർ മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറഞ്ഞ് നമ്മൾ പ്രെജുഡൈസ് ചെയ്ത് സംസാരിക്കുമ്പോൾ അവർക്ക് ആ ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടുവരും. അതായത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറിനോടുള്ള ഡിസ്റ്റൻസ്, ഇമോഷണലി ഉള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരും. അവിടെയും സൈലൻസ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്നേഴ്സ് അവർ ഇമോഷണലി ഭയങ്കര വീക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ഈ പാർട്ട്ണറിനോട് ഒട്ടും കംഫർട്ടും ആയിരിക്കത്തില്ല.